ഹേ ഗൈസ്, നമ്മളിപ്പോ എവിടെയാണ് സുഹൃത്തുക്കളെ? തെന്മലയിലാണ്. ദേ ട്രെയിൻ ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിലേക്ക് കൂടെ പോവാട്ടോ. മരമൊക്കെ ഇലകളൊക്കെ കുറവായതുകൊണ്ട് നേരത്തെ ഇവിടെ നിന്നാ കാണാൻ പറ്റുമായിരുന്നോ? ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. കാണാൻ പറ്റും. നിങ്ങൾ കണ്ടോ ഗൈസ്? അപ്പോ ഇന്ന് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്റെ ഒരു കൂട്ടുകാരിയുടെ റിസപ്ഷൻ. അല്ല, അതാണല്ലോ അത് നമ്മളെ വന്നതിന്റെ കാര്യം. ഇന്നത്തെ മെയിൻ എന്താണ് സംഭവം? നമ്മൾ അമ്മയെ കൊണ്ടുപോവാ. അതിനെക്കാട്ടി ഒരു സംഭവം ഉണ്ടെന്ന്. ഞാൻ ഡ്രൈവ് ചെയ്യാൻ എന്തോന്ന് ഈ മൂക്കി വാരി തേച്ചേക്കുന്ന. അമ്മ മുംബൈയിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ട്രെയിൻ യാത്ര ചെയ്ത് 3 ചേച്ചിമാരൂടെ പോയി മുംബൈയിലൊക്കെ പോയി. എങ്ങനെയുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ട്രിപ്പ്? കൊള്ളായിരുന്നു. നല്ല ട്രെയിനുള്ള കൊതി അങ്ങ് തീർന്നോ? ഭയങ്കര ഇഷ്ടട്ടോ ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി. ട്രെയിനിൽ പോകാം. നമ്മൾ ഫ്ലൈറ്റിൽ അന്ന് മുംബൈ പോയപ്പോഴും പറഞ്ഞായിരുന്നു ട്രെയിനിൽ തിരിച്ചു വരായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ട്രെയിനിൽ പോയി കൊതി തീർന്നുണ്ട്. കാരണം ട്രെയിനിലെ ബാത്റൂം ഒക്കെ കണ്ട് സന്തോഷം. മടുത്ത്. പക്ഷെ ട്രെയിൻ ഫുഡൊന്നും വാങ്ങി കഴിച്ചില്ല. അവര് തന്നെ ഫ്രൂട്ട്സ് ബിസ്ക്കറ്റ് എന്താണ് ഗൈസ്? അപ്പൊ ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ടൈം മൃദുല കാർ ഡ്രൈവ് ചെയ്യാൻ പോകണം. നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി. അപ്പൊ ലൈസൻസ് കിട്ടിയിട്ട് കീശയുടെ ഇടയിൽ മാത്രം വെക്കാനുള്ളതല്ല, ഡ്രൈവിംഗ് ഓടിക്കണം. എന്നാലേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് എഡിറ്റിംഗ് പറ്റത്തുള്ളൂ. നമ്മുടെ മുൻ യാത്രകൾ നല്ല സ്മൂത്ത് ആയിട്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏട്ടനെ അത് പറഞ്ഞായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഫോർച്യൂണർ ആണ്. പക്ഷെ അത് അതെ ഇപ്പം നമ്മള് ബി വഴി ഓടിക്കാന്ന് വെച്ചാൽ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് വലുതായിട്ട് പോകും. ആദ്യം ഇനി ഹൈറ്റ് കയറി ഓടിക്കുമ്പോൾ പിന്നെ ഇത് ഓടിക്കുമ്പോൾ ആദ്യം ബി വഴി ആദ്യം ഓടിക്കും. നമ്മൾ കുറച്ച് സ്മൂത്ത് ആണ്, സ്റ്റിയറിംഗ് ഒക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആണ്. മറ്റേത് കുറച്ച് സ്റ്റിയറിംഗ് ടഫ് ആണ്. അതെന്താ ആദ്യം ഞാൻ പഠിച്ചത് മറ്റേ ഒരു പച്ച വണ്ടിയിലല്ലേ, ആ പച്ച വണ്ടി എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. ആ കുഞ്ഞു വണ്ടി ഞാൻ ഇപ്പൊ വലിയ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കട്ടെ. വലിയ വണ്ടി എന്ന് പറയുന്നത് വലിയ വണ്ടി ഒന്നുമല്ല, നീളം കുറച്ച് കൂടുതലാണ്. അപ്പം കാറൊക്കെ സെയിം തന്നെയാണ്, നീ ഓടിച്ചണക്കൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അതേപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓട്ടോമാറ്റിക് ആണ്. അപ്പം ഇനി ഞാനാണ് റിയൽ സാർ. ഓക്കെ, അതാണ്. അതെന്താ എല്ലാരും പറയുന്ന ഹസ്ബൻഡിന്റെ കൂടെ വണ്ടി ഓടിക്കാൻ പഠിക്കുക. അമ്മ അടിച്ചിട്ടില്ലേ അമ്മാച്ചേ? എല്ലാ ഹസ്ബൻഡ്മാരും അങ്ങനെയാണോ? വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ നുള്ളും പിച്ചും മാന്തും. അപ്പൊ ഇന്ന് നമുക്ക് 2 പരിപാടി ഉണ്ട്. ഇന്ന് മൃദുലയാണ് ഡ്രൈവ് ചെയ്ത്, മൃദുലയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് റിസപ്ഷൻ ആണ് ഇന്ന്. അപ്പൊ അതിന് ഡ്രൈവ് ചെയ്ത് മൃദുലയായിരിക്കും. ടെൻഷൻ ഒന്നും വേണ്ട, നൈസായിട്ട് ഓടിക്കാം. കാരണം ഈ റോഡ് ഭയങ്കര ലോറികളൊക്കെ വരുന്ന ലോറൽ അമ്പു ഭയങ്കര ഉണങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നില്ല ഇച്ചിരി. ഫുഡ് കഴിക്കുന്നില്ല, പനിയായതിനു ശേഷം കൈസ് ഫുഡ് കഴിക്കുന്നില്ല. ഇച്ചിരി ഒന്ന് ക്ഷീണിച്ച് കൈസ്. ഇന്നത്തെ ദിവസം ഫുഡ് നല്ലോണം കഴിച്ചിട്ടില്ല. അപ്പം അമ്മയാണ് ഇനി ഓടിക്കുന്നത്. അച്ഛൻ്റെ പൊക്കോ, അച്ഛൻ എടുത്തോളും മക്കളെ. അച്ഛനാണ് നിന്റെ ഗാർഡിയൻ. അതെ, ഇനി അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിടിച്ചിരിക്കണം. ഇങ്ക് വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി, അച്ഛൻ സൈഡ് ചെയ്ത് തരും. അപ്പടിയാ പ്രാർത്ഥിച്ചൊക്കെ കേറിക്കോ. നീ ഇതായിരിക്കും കുറച്ച് നാളത്തേക്ക് നിന്റെ ഡ്രൈവിംഗ് സീറ്റ്. ഞാൻ അവിടെ അപ്പുറത്തായിരിക്കും. ഏതെങ്കിലും കാലം വെച്ച് കേറിക്കോ. ഇത് ഫോർച്യൂണർ അല്ല, ചാടി പുകയായി കയറാ. ഓക്കെ, നമ്മളത് വീട്ടിൽ നിന്ന് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയാവും. അപ്പൊ അതിനിടയ്ക്ക് മൃദുലയ്ക്ക് ഡ്രൈവ് ചെയ്ത് കൂട്ടുകാരുടെ കല്യാണത്തിന് അവള് തന്നെ പോട്ടെ. അവളെ കൂട്ടുകാരുടെ മുമ്പ് ഇച്ചിരി അങ്ങ് ഷോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എടാ, ഇത് സ്റ്റിയറിംഗ് ഭയങ്കര സോഫ്റ്റ് ആണ്. നീ മറ്റേ അൾട്ടോ കണക്ക് വലിയ പിടിക്കണ്ട, ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു വിരൽ വെച്ച് അങ്ങോട്ടാക്കിയത് എല്ലാ സ്റ്റിയറിംഗ് അങ്ങോട്ടാക്കി ജസ്റ്റ് ആക്കിയാൽ മതി. ഭയങ്കര സ്മൂത്ത്, നമുക്കൊരു വിരൽ വെച്ച് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു സാധനം ഇല്ല, ക്ലച്ച് ഇല്ല. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാല് ഒന്നും ചെയ്യണ്ട. ഈ കാല് നേരെ പെടലിലോട്ട് വരും. അവിടെ ഒരു പെടലുണ്ട്, മേലോട്ട് വെച്ചോണ്ടോ. അവിടെ ഒരു കാല് വെക്കാനുള്ളൊരു ഗ്രിപ്പില്ലേ, ഒരു സ്ഥലമല്ലേ, ആ പൊസിഷനിൽ കാല് വെക്കുക. എന്റെ ഒരു ഡൗട്ട് ആണ്, ഇപ്പൊ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇടത്തേക്കാലിന്റെ ആവശ്യമില്ല. എന്നാ പിന്നെ ഇടത്തേക്കാല് ബ്രേക്കിലും വലത്തേക്കാല് ആക്സിലേറ്ററിലും വെച്ചു. ഇടത്തേക്കാല് അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് അങ്ങനെ കറക്റ്റ് വാക്ക് കിട്ടത്തില്ല. ഓക്കെ, അത് ഗ്ലച്ച് ഓട്ടമുള്ള കാലം. ഇടത്തേക്കാലും വെച്ച് ആക്സിലേറ്റർ ഓട്ടി അയ്യത്തിരിക്കും. അതുകൊണ്ട് ആ കാലം അനക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ ഈ വലത്തേക്കാല് മാത്രമേ യൂസ് ചെയ്യാവൂ. സാർ പറഞ്ഞു തന്നെ അന്ന് ക്ലാസ്സിന് പോയപ്പം ഇങ്ങനെ വെക്കാവുന്നു. ഇവിടുന്ന് വേണം ഇങ്ങോട്ട് പോകാനെന്ന്. കറക്റ്റ് ബ്രേക്കിലോട്ട് നേരെ കാല് വെച്ചിട്ട് ഇവിടുന്ന് വേണം ആക്സിലേറ്ററിലോട്ട് പോകാന്ന് പറഞ്ഞത്. ഓക്കെ, മുടിയൊക്കെ നേരെ, മുടിയൊന്നും ചീപ്പില്ലല്ലേ, അവിടെ അറിഞ്ഞ് പൊളിക്കുന്നവരത് പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം അത് അത്രേ ഉള്ളൂ. ബ്രേക്ക് ഒക്കെ വണ്ടികൾ ബാക്കേ വരുമ്പം ബ്രേക്ക് ഒന്നും സടം പിടിക്കരുത്. ഓക്കെ,
പെതുക്കെ പിടിക്കണം. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നെന്ന് ഓർമ്മ വെച്ചിട്ട് വേണം ബ്രേക്ക് ഔട്ടാൻ. എനിക്ക് എനിക്ക് കുറച്ച് ബ്രേക്കിംഗ് കൂടുതലാണ്. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യരുത്. ഇനി അടുത്തതാണ് ഗിയർ. ഗിയർ എന്ന് പറയുമ്പോൾ ഈ പുഷ് ഉണ്ട്, അൺലോക്ക് എന്നുള്ളതുണ്ടോ, ഈ അൺലോക്കിൽ ഞെക്കിയിട്ട് ഒന്ന് താപ്പോട്ടാക്കിയ ഡി ആവും. ബ്രേക്ക് ഔട്ട്, അതിന് മുമ്പ് ബ്രേക്ക് ഔട്ടണം. ബ്രേക്ക് ചവിട്ടിയാൽ മാത്രമേ നമുക്ക് ഗിയർ മാറാൻ ഇതും പറ്റത്തുള്ളൂ. മറ്റേ വണ്ടി പോലെ അല്ല, ക്ലച്ച് ചവിട്ടിയാലേ ബ്രേക്ക് ഔട്ടണം. ബ്രേക്ക് ചവിട്ടിപ്പിടി. ഓക്കെ, ഇപ്പം ബ്രേക്ക് ചവിട്ടിയിട്ട് ഇതിനകത്ത് അൺലോക്ക് ബട്ടണിൽ ഞെക്കിയിട്ട് ഒന്ന് താപ്പോട്ടാക്കിയ ഇവിടെ ഡി ആയി. പിന്നെ അത് അങ്ങനെ തന്നെ ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വണ്ടി ഫ്രണ്ടോട്ട് പോകും. അപ്പൊ കാലെടുത്തതില് ഞാൻ ഡോർ അപ്പൊ ബ്രേക്കിൽ തന്നെ ചവിട്ടിയിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ടാക്കിയ കണ്ട റിവേഴ്സ് വീണോടെ. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളു പരിപാടി. പാർക്ക് ഞെക്കണമെങ്കിൽ ഈ നടുക്കത്തെ ബട്ടണി ഒന്ന് ഞെക്കിയ പാർക്കായി. ഒന്ന് ഡി ഇട്ടെ. ഇല്ല, വീണില്ല. ഡി ആയി. ഓക്കെ. ക്യാമറ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 360 ക്യാമറ ഉണ്ട്, അതിൽ നോക്കാം. ഇപ്പൊ അതിലൊന്നും നോക്കണ്ട, നീ നേരെ ഓടിച്ചാൽ മതി. പിന്നെ ശീലമാകുമ്പോ അത് ഓക്കെ ആവും. ഇപ്പൊ നിന്റെ കണ്ണ് ഇതിനകത്തോ മോണിറ്ററിലോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, റോഡിൽ മാത്രം. നീ ഇത്രയും നാൾ എങ്ങനെയാണോ ഓടിച്ചത് അതേപോലെ കുറച്ച് ഇത് ഈ വണ്ടിയായിട്ടൊന്ന് പൊരുത്തപ്പെട്ടതിന് ശേഷം 360 നോക്കിയാൽ മതി. അപ്പൊ ഇനി ഒന്നും കൂടി ഒന്ന് പാർക്ക് ചെയ്തേ. ഓക്കെ, അത്രേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചല്ലോ. പാർക്ക് പോയില്ലല്ലോ. അല്ല, അത് ഞെക്കിയ പാർക്ക് പോകില്ല. ഡി ഞെക്കിയാൽ മാത്രമേ പാർക്ക് മാറത്തുള്ളൂ. ബ്രേക്കിന് കാലെടുത്തോ. പാർക്കിൽ ഇട്ടതിന് ശേഷം മാത്രമേ ബ്രേക്കിന് കാലെടുക്കാവൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ പോലും വണ്ടി മൂവ് ആവും. ഡി ഇട്ടാലും വണ്ടി ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം എവിടെ കൊണ്ട് നിർത്തിയാലും അവിടെ പാർക്ക് ഇടണം. അതാണ് അത്. നമ്മൾ ട്രാഫിക്കിൽ ചെന്നാലും പാർക്ക് ഇട്ടതിന് ശേഷം മാത്രമേ കാലെടുക്കാവൂ. ബ്രേക്ക് ചെയ്യുന്നാലും ബ്രേക്കിൽ നിന്ന് അടുത്തവന്റെ മൂട്ടി പോയിരിക്കും. ദക്ഷിണയൊന്നും വേണ്ട. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അമ്മ കേറിയോ? അമ്മ കിട്ടിയതോ? അയ്യോ, അമ്മ അങ്ങ് പോയി. പെതുക്കെ മതി. ടെൻഷൻ ആവില്ല. ഗ്രൗണ്ടിലിട്ട് ഓട്ടിച്ച് എനിക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം. ഗ്രൗണ്ടിൽ ലൈസൻസ് കിട്ടിയല്ലോ, ഇനി എന്തിനാണ് ഗ്രൗണ്ടിൽ ഓടിക്കുന്നത്? അല്ല, വണ്ടി ഒന്ന് പരിചയമാവാൻ. വണ്ടി ഇപ്പൊ ഇത്രേ ഉള്ളൂ. വണ്ടി മറ്റേ ഓടിച്ചതിനെക്കാട്ടി പാതി ജോലി കുറവാണ് ഈ വണ്ടി ഓടിക്കാൻ. അയ്യോ, ദൈവമേനൊക്കെ വിളിച്ച അതന്നെ. മറ്റേ വണ്ടി പോലല്ലോ. മറ്റേ വണ്ടി എനിക്ക് റോഡ് ഫുള്ള് കാണാം. പോട്ട് നേരെയാക്ക്, റോഡ് നേരെയാക്ക്. കറക്റ്റ് ആയില്ലേ? ആയല്ലോ. ആയി. ചെറിയ ഭയങ്കരമായിട്ട് പേടിയുണ്ട് കേട്ടോ എനിക്ക്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. ഭയങ്കര ടെൻഷൻ ഉണ്ട്. ടെൻഷൻ വേണ്ട, മൃദുലയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. നല്ല ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ ഈ വണ്ടി ഓടിക്കുന്നേ. മറ്റേ വണ്ടിയാണല്ലോ. മറ്റേ വണ്ടി ആകുമ്പോ എൽബോർഡാണ്. അത് ഇപ്പം തട്ടിയാലും ഉടഞ്ഞാലും പ്രശ്നം. അതുമല്ല, എന്ത് കൺട്രോൾ ചെയ്യാൻ അവിടെ ഇതുണ്ട്. എടാ, വണ്ടി ഒന്ന് കയ്യിൽ അണങ്ങി കിട്ടിയാ മതി. ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്താണ്ട് ലോറികളാണ്, ഈ റൂട്ട് ലോറികളാണ്. പതുക്കെ പോയാ മതി. അത് മാത്രല്ല, വലിയ വണ്ടി, എനിക്ക് വണ്ടി ഒരു ഇണങ്ങാത്ത ഫീല്. ഈ സൈഡ് നോക്കിക്കോണം, ആ സൈഡ് നോക്കിക്കോണം. കറക്റ്റ് അതനുസരിച്ച് വേണം. കുഴി എന്താ റോഡ് കറക്റ്റ് നോക്കണം. ഈ സൈഡ് പിന്നെ അതുപോലെ അവന്മാര് വന്നിങ്ങി കേറും. ഫുൾ ലോറിയുടെ ഈ ലോറി കാണുമ്പോഴേ വൃത്തിയാക്കി കിളി പോകും. പണ്ട് സ്കൂട്ടി ഓടിക്കുമ്പോഴങ്ങനെ പല ആൾക്കാര് ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാത്തതിന്റെ കാര്യം എതിരെ വരുന്നവരൊക്കെ ഇങ്ങനെ റോങ് ആയിട്ട് വരുന്ന കാണുമ്പോൾ നെഞ്ചിലൊരു ഇടി വെട്ടും. പിന്നെ ആൾക്കാർ അവിടെ നിർത്തും. പിന്നെ പലരും ലൈസൻസ് എടുത്താലും ഡ്രൈവിംഗ് ചെയ്യൂല. അപ്പൊ നിങ്ങൾ ഈ പേടി മാറാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓടിച്ച് പഠിക്കുക, ഓടിച്ച് തിരക്കുള്ളടത്ത് ഓടിക്കുക. അപ്പൊ ഇടയ്ക്ക് വണ്ടിയിൽ സ്ക്രാച്ച് ഒക്കെ വരും. അപ്പൊ അതൊക്കെ ഹസ്ബൻഡുമാര് സഹിക്കണം, ക്ഷമിക്കണം. സ്ക്രാച്ച് ഒന്നും വരാതെ മാക്സിമം ഓടിക്കാൻ ശ്രമിക്കുക. എനിക്ക് അതേ ഇപ്പൊ പറയാനുള്ളൂ. വണ്ടിയിലൊരു കരിയില വന്ന ഏട്ടൻ തോക്കും. അവിടെ സ്ക്രാച്ച് ആയത് തുറന്ന് നോക്കുന്ന ഏട്ടനാ. ഞാൻ ആക്സിലേറ്ററിൽ ചവിട്ടുന്നു. എന്നിട്ട് വണ്ടി സ്പീഡില്ല. അത് എക്കോ നോർമൽ മോഡാണ്. നീ ആക്സിലേറ്റർ കുറച്ച് ചവിട്ടിക്കോ. ഇച്ചിരി കൂളായിട്ട് ഓടിക്കുന്നത്. ഫസ്റ്റ് എടുത്തപ്പോഴേ സ്റ്റിയറിംഗിന്റെ ഒരു സംഭവം വണ്ടിയുടെ ആ ഒരു ഇത് കിട്ടിയില്ല. വണ്ടി ശ്രദ്ധ എന്നെ നോക്കണ്ട. എങ്ങോട്ട് പോവാ? അങ്ങോട്ടാ പോട്ടെ. അങ്ങോട്ട് പോകാം. എന്തോ ചേട്ടാ കാണിക്കുന്നത്? ചേട്ടന് ഗൂഗിൾ മാപ്പ് തെറ്റിയോ? പുള്ളി കയറ്റുക. പോട്ട്. വണ്ടി എപ്പോഴും നമ്മുടെ ഈ രണ്ട് ലൈനിന്റെ സെന്ററിൽ നിക്കണം. മൊത്തം ലോറിയാണ്. വലിയ വണ്ടികൾ. അതോ അവരിങ്ങ വന്നിങ്ങ കേറും കേട്ടോ.
അത് ലോറി വന്ന് കയറുമ്പോൾ പെട്ടെന്ന് ടെൻഷനായി. അപ്പം അപ്പുറത്തുള്ള ആള് ഇപ്പൊ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനും അതാ കൂടെ കൂടെ ഏട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വണ്ടി 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 എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. ലിഫ്റ്റ് വേണോ ലിഫ്റ്റ്? അയ്യോ വേണ്ടേ, വണ്ടി ഓടിക്കുന്നത് ലിഫ്റ്റ് വേണോ ലിഫ്റ്റ്? ഇതിനകത്തുള്ളവരെ എവിടെയെങ്കിലും നിറക്കി വിട്ടാൽ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് ഓടിക്കുക. ഗൈസ് നമ്മളൊരു 3-4 കിലോമീറ്റർ ആയിട്ടോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടി ഇവിടെ മെയിൻ ഇവിടെ ഭയങ്കരമായിട്ടും ഈ വണ്ടി ലോറികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുന്നു. തമിഴ്നാട് പോകുന്നോണ്ട് വളവുകളാ, മൊത്തം വളവുകള. ലോറി ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും കേട്ടോ. അതുപോലെ റോഡിന് വീതിയും കുറവാ. ഓവർടേക്കിംഗ് ചെയ്ത് ചിലപ്പോ ഇപ്പുറത്തോട് വരും. ഇത് കാണുമ്പോ എവിടെ നെഞ്ചിന്ന് ഒരു ഘട്ടം തീ അങ്ങ് പോകും. അതെ, ആ തീയുടെ കുറച്ച് കനൽ ഏട്ടനോട് കിട്ടുന്നുണ്ടല്ലേ? എനിക്കും കിട്ടുന്നുണ്ട് നല്ല രീതിക്ക്. ഹായ് ഗൈസ്, ക്യാമറയിലൊന്നും നോക്കണ്ട, നേരെ നോക്കിയാ മതി. മൃദുലടുത്ത് ഞാൻ ഈ സൈഡിലെ ഗ്ലാസ്സിൽ നോക്കാൻ പറഞ്ഞ 1 മിനിറ്റ് ഇത് നോക്കിയോണ്ടിരിക്കും. അപ്പൊ ഫ്രണ്ടിൽ നോക്കാൻ അല്ല, എനിക്ക് അറിയാം എങ്ങനെ നോക്കണ്ടേ. കണ്ടില്ല, ഞാൻ ഇപ്പൊ നോക്കി കണ്ടില്ലേ. ആൾക്കാർക്ക് ഇന്ന് നോക്കിക്കൊണ്ട് പോകുന്നു, യോ മൃദുല വണ്ടി ഓട്ടിക്കുന്നു. അതേപോലെ ഇത് ഏത് പെണ്ണിട്ട് അടയ്ക്കുന്നതെന്ന് അവര് നോക്കിട്ട് പോയി. അത് ശരിയാട്ടോ, എവളെ വണ്ടി ബാക്കി വരുന്ന ഒരു ചീത്ത വിളിക്കോളെ. നമ്മളാണെങ്കിൽ പോലും പറയത്തില്ല ഒരു വണ്ടി നോക്കിടാ നോക്കിടാ നമുക്ക് അങ്ങനൊക്കെ കേറും. ഓ ഹോളൊക്കെ ചെറിയ അങ്ങനെ ആൾക്കാർ വന്ന് കേറുമ്പം ഒറ്റ പിടി ഇങ്ങോട്ട് പിടിക്കരുത്. പിടിച്ചാൽ നമ്മള് പോകും. അവര് വേണമെങ്കിൽ നമ്മളിപ്പോ അവര് വരുമ്പോഴേ ഇങ്ങോട്ട് പിടിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ ഒരാളുണ്ടെങ്കിൽ എന്തോ ചെയ്യും. നേരത്തെ ഇറങ്ങിയത് കാര്യം കേട്ടോ. അതാ ഭയങ്കര പാടാ. പെട്ടെന്ന് മൃദുലേക്ക് തിരുവനന്തപുരം ഞാൻ വല്ലതും വിട്ടാ നമ്മള് നാളെ ഇന്ന് നൈറ്റ് ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോ തിരുവനന്തപുരം എത്തും. ഞാൻ ഓട്ടിക്ക് ഒരു ദിവസം ഇതിലേക്കൂടെ ചീറിപ്പാഞ്ഞ് പോകുന്ന ഒരു ദിവസം വരും. എനിക്ക് വയ്യ ഗൈസ്. ആ ദിവസത്തിന് എന്നെ ഓവർടേക്ക് ചെയ്യുന്നവരൊക്കെ നോക്കി വെച്ചു. ഞാൻ നിങ്ങളെ ഒരു ദിവസം ഓവർടേക്ക് ചെയ്യാൻ പഠിക്കും. വയ്യ. നല്ല പ്ലെയിൻ റോഡ്, നമുക്ക് 100 പോവാം. അമ്മ കേട്ടാ 100 പോവാന്ന്. അമ്മ അവിടെ ഏട്ട എന്നെ വഴക്കുറയുന്നതിനേക്കാളും അമ്മയെ വഴക്കുറയുന്നത്. എന്റെ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്ന, ഈ സൈഡിൽ ഇരിക്കണ. അതാ അതിന്റെ എക്സ്പീരിയൻസ് ഏട്ടൻ പറഞ്ഞില്ല. നിന്റെ കൂട്ടുകാരി വിളിക്കുന്ന കേട്ടോ. ഹലോ, മൃദുല ഡ്രൈവ് ചെയ്യുവാ. മൃദുല ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഭയങ്കര ഇവിടെ ഉറൂന്നായതേ ഉള്ളൂ. എവിടെ 40 വരുന്നത്. ശ്രീദേവി കൂട്ടുകാരികളൊക്കെ എത്തിയിട്ട് കൊറേ നേരമായി. എവിടെ കിടന്നു ഇല്ലേ തട്ടത്തും പറയത്തില്ലേ നമ്മുടെ അജു വർഗീസ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓട്ടിക്കുന്ന കണക്ക്. ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഗൈസ് ഞാൻ പറഞ്ഞു തന്നതേ, ഞാൻ ഈ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ ഇരിക്കണ. നല്ല രസമില്ല, ഇനി ചുമ്മാ നീനതിരുന്ന് ഉറങ്ങുന്നത്. അതെ, അമ്മ ഉള്ളതുകൊണ്ട് ആ സാധനത്തിന് ഇങ്ങോട്ട് കയ്യിൽ വാങ്ങിച്ചു പിടി. അവ ഇപ്പൊ പറഞ്ഞൊരു സുഖം എന്തോ അത് പൊളിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കയറി വരുമ്പോ പാനിക്കാവും. കണ്ടോ, അപ്പൊ ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണ്. കണ്ടോ, നമ്മളെ കണ്ടിട്ട് അങ്ങനെ നിർത്തുമ്പം വണ്ടി നിർത്തണ്ട. ആ ഒരു വണ്ടി പതുക്കെ സ്ലോയി തന്നെ പൊക്കോട്ടെ. അല്ല, പുറകിൽ വണ്ടി ഇല്ലായിരുന്നു, ഞാൻ നോക്കിയായിരുന്നു ക്ലാസ് ഇവിടെ. എന്നാലും നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അവിടെ. ആവശ്യമില്ല, ഞാൻ ഇച്ചിരി പാനിക്കായി നീ പറഞ്ഞ പോലെ. പേടി കൊണ്ടങ്ങ് നിർത്തി പോയതായിട്ടാ. ഹായ്, എത്തി ഇറങ്ങി വാ. ദൈവമേ, വലുതായടി അവൻ. ശ്രീദേവി നീങ്ങി വാ. പറഞ്ഞോട് നമ്മള് ട്രിപ്പിൾസ് അടിച്ച് സ്കൂട്ടിയിൽ പോകുന്ന പറഞ്ഞോട്. എന്റെ ആദ്യത്തെ ശങ്ക, എന്റെ ആദ്യത്തെ ലോഡാ. ഹായ് ബ്രോ, ഹായ്. എനിക്ക് വയ്യ. നീ തന്നിട്ടുണ്ട് എനിക്ക്. വണ്ടിന്ന് കീ എടുത്തോടി. നീ ഈ ചെറുക്കൻ വന്നിട്ട് ചോദിക്കണം, അണ്ണ എങ്ങനെ പോകുന്നു. ഞാൻ എന്തൊരു ആ സ്റ്റൈൽ ഒന്നുകൂടി ചോദിച്ചാണ്ടാ. എങ്ങനെ ഉണ്ടെന്നാക്കി നീ അങ്ങനല്ലല്ലോ പറഞ്ഞ, എങ്ങനെ പോണെന്നില്ലേ ചോദിച്ചു. അമ്പോ അടിയടാ. ഓണന്ന് ഹായ് ബഡേ. കല്യാണ പെണ്ണ് വന്നു. ഹായ് പറയൂ. ഹായ്. ഈ പ്ലേറ്റ് കണ്ട ടീ പാർട്ടി പ്ലേറ്റ്. ഈ പ്ലേറ്റിന്റെ പേര് ടീ പാർട്ടി പ്ലേറ്റ്. എന്തിനാ പറയുന്നത്? ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, സലാഡ്. എന്താടാ വേണ്ടേ? എനിക്കറിയത്തില്ല, നമുക്ക് അറിയുന്നു, ചുമ്മാ അറിയുന്നു. അമ്പ് ഫുഡിൽ ഇപ്പം ഫുഡ് കഴിക്കുന്നില്ല കൈ സംഭവം. ശ്രീദേവി ഇന്ന് പ്രിസൺ ഓഫീസറിന്റെ ടെസ്റ്റ് ഒക്കെ എഴുതിയിരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ശ്രീദേവി? നമ്മൾ പറയുമായിരുന്നു ജയിൽ പുള്ളികളെല്ലാം കരഞ്ഞു പറഞ്ഞ എവിടെ വിടും. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ.
നമ്മള് വണ്ടി ഓടിച്ച് പോയി. പിന്നെ റിസപ്ഷൻ ടീ പാർട്ടി ടീ പാർട്ടിക്കൊക്കെ കയറി. കൂട്ടുകാരി നിന്റെ കൂടെ ഡിഗ്രി പഠിച്ചേ? പ്ലസ് ടു പിന്നെ കുറച്ച് ട്യൂഷനും പഠിച്ചിട്ടുണ്ട്. ആള് പേര് ശിവപ്രിയ. നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന് നിശ്ചയത്തിനൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സുന്ദരിയാ അല്ലേ? അടിപൊളിയായിരുന്നു ആളെ കാണാൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഇച്ചിരി ഇങ്ങനെ വായ നോക്കിയിരുന്നു. അമ്പൂട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. ബ്രെഡ് ഈ തണ്ട തിന്നല്ലേ അമ്പു? തിന്നല്ലേ അമ്പു? ഇനി എന്റെ കൊച്ചു തിന്നില്ലെങ്കിൽ നിനക്ക് അടിയാനൊക്കെ. നമ്മൾ അവിടുന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിച്ചു. ഇവിടെ വന്നിട്ട് മൃദുല ബ്രെഡ് ഓംപ്ലേറ്റ്. അത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. 2 ദിവസം കഴിഞ്ഞ ബ്രെഡിന്റെ കാലാവധി കഴിയും. അതുകൊണ്ട് തീർക്കുക. ചിക്കൻ ഫ്രൈ. അമ്പുവിന് ചിക്കൻ ഫ്രൈ. അമ്പു ഫുഡ് കഴിച്ചില്ല ഗൈസ്. അമ്പു ഫുഡ് കഴിക്കണില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. നമ്മള് എയർ ഫ്രയറിൽ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാം. ആ കാലങ്ങ് കൊടുത്തേക്ക് അവന്. അവ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കയ്യില് കൊടുത്തേക്കാം. അതെ, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല. അടി നല്ലോണം ഡ്രൈവ് ചെയ്ത്. അല്ല, ആദ്യമായിട്ട് നമുക്ക് എവിടെ ഗ്രൗണ്ടിൽ കൊടുക്കാം. എനിക്കൊന്ന് എവിടെ അത്യാവശ്യം ഡ്രൈവ് ചെയ്തു. പിന്നെ പേടിയായിരുന്നു. പിന്നെ ഞാനും അവിടെ കുറച്ച് വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പക്ഷേ കട്ടിങ് എനിക്ക് കാണാം. പക്ഷെ ആ സൈഡിൽ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വീഴുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്ക് എത്ര അല്ലേ ഗൈസ്? വേറെ ഒന്നുമല്ല, അവിടെ ഓട്ടിക്കുന്നൊക്കെ റൈറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇങ്ങോട്ട് സൈഡിൽ വരുമ്പോൾ നമുക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ടല്ലേ, അപ്പൊ നമുക്കൊരു ടെൻഷനുണ്ട്. കൂടി ഇരിക്കുന്ന നമുക്കൊരു ടെൻഷനുണ്ട്. അത് ഇരുന്നിരുന്ന് ഓട്ടിച്ച് നീ ഓക്കെ ആവും. പിന്നെ അതുമല്ല, എല്ലാ വണ്ടിയുടെ നീളവും വീതിയും വ്യത്യാസവും. എല്ലാവർക്കും ആ വണ്ടിയുടെ ഇണങ്ങണം. ഇപ്പൊ ഞാനാണെങ്കിലും ഫോർച്യൂണർ എടുത്തപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ചെറിയൊരു എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. കാരണം ഇത്ര വലിയ സൈസ് വണ്ടി, നമ്മളൊന്നും അത്ര ഡ്രൈവിംഗിൽ പ്രോ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതായിരുന്നു. പിന്നെ ഇപ്പൊ നമുക്ക് ഏത് കാട്ടിലും മലയിലും അത് എടുത്തോണ്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഏത് വണ്ടിയാണെങ്കിലും നമ്മളോടൊന്ന് ആ നീളവും വീതിയൊക്കെ ഇണങ്ങിയാൽ സെറ്റാണ്. അതിൽ ഇരിക്കുന്ന സീറ്റിംഗ് തന്നെ മറ്റേ വണ്ടി നല്ല പൊക്കമുണ്ട്. ഇത് കുറച്ചുകൂടി താന്നായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് കൊല്ലങ്ങൾക്ക് മുമ്പ് എടുത്ത ആളാണ് അവിടെ ഇരിക്കുന്നത്. 13 വർഷം. അപ്പൊ ഗുരുത്വം എന്തെങ്കിലും ചോദിച്ചാൽ മതി. ഡൗട്ട് എടി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നിന്ന് ശ്രീദേവി പോലും അവക്കും ഡ്രൈവിംഗ്, എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പക്ഷെ ഓടിക്കാൻ അറിയാമോന്ന് ചോദിച്ചാൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് നിങ്ങൾ ഓടിക്കുന്നില്ല? പേഴ്സി വെച്ചിരിപ്പുണ്ട് ഇല്ലേ? സത്യം. ഓടിക്കുക. അതുപോലെ കൂട്ടുകാരികളുടെ മുമ്പിൽ ഇന്ന് കല്യാണത്തിന് വന്ന് കാറിൽ വന്ന ഡ്രൈവ് ചെയ്ത് ഇറങ്ങി പുള്ളിക്കാരി മൃദുല ഇറങ്ങിയിട്ട് ഒറ്റ നടത്തായിരുന്നു. ഞാൻ താക്കോലും വണ്ടി പോലും ഓഫ് ചെയ്തില്ല. അതുമല്ലേ കുഞ്ഞിന് ഞാൻ വണ്ടി സ്കൂളിലൊക്കെ നടന്നു പോകുമ്പോ, ഞാൻ ഓരോരുത്തർ സ്കൂട്ടിലൊക്കെ പോകുമ്പോ ഞാൻ എന്നാ ഈ റോഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്നത്. പക്ഷെ ആ റോഡ് തന്നെ എനിക്ക് തന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി. ലോറിയൊക്കെ ഉണ്ടെങ്കിലും ആ റോഡ് ഞാൻ ഓടിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. നല്ല ടെൻഷനായിരുന്നു അമ്മ. ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് ട്രിവാൻഡ്രം. എനിക്ക് തോന്നുന്ന തെമ്മല ആ റോഡിനെക്കാട്ടി എളുപ്പം കഴക്കൂട്ടം ട്രാഫിക് ഓട്ടിക്കുന്നത്. കാരണം അവൾ ഇതുവഴി ഓട്ടിച്ചോട്ടി നോക്കി ശീലമാണ്. ബ്രെഡ് തട്ടി പഠിച്ചില്ലേ അച്ഛാ? ഏതാ തരുവടാ? എടാ ബ്രെഡ് നീ വേറെ പോയി എടുക്കുന്നു. അത് നല്ല ശീലല്ല. ഫുഡ് എറിയല്ലേ? ഫുഡ് എറിയല്ലേ? ഫുഡ് അറിയില്ല. നീ വെച്ച് ഒന്ന് കാണിച്ച വെച്ച് കാണിച്ചു. അറിയാതെ വച്ചോട്. ഇന്ന് അവനെ മര്യാദ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. എന്റെ കൊച്ചേ വേറെ ഒന്നും തിന്നൂല കേട്ടോ. ഞങ്ങൾക്ക് ലെഗ് ഡ്രം സ്റ്റിക്ക് ഫ്രൈ ചെയ്തത് മതി. ചൂടുണ്ട്, എല്ലാവരും കൈ കൊടുത്തു. ഓ പിച്ചിക്കൊണ്ട് താല്പര്യമില്ല. കടിയടാമ്പൂ. അവന്റെ കൈ ഇരിക്കുന്ന ഭയങ്കര രസം. നമ്മളൊന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതിന് വേണ്ടിട്ട് നമ്മളൊന്ന് കോന്നി, രാവിലെ ഒരു ആവശ്യത്തിന് നമ്മൾ കോന്നി പോണമായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം ടു കോന്നി, കോന്നി ടു ട്രിവാൻഡ്രം ടു പുനലൂര്, പുനലൂർ ടു കോന്നി, കോന്നി പോയിട്ട് കോന്നിന്ന് നേരെ വീണ്ടും തെന്മല, തെന്മലന്ന് നേരെ ട്രിവാൻഡ്രം. ഏതാണ്ട് 200 എടമൺ പിന്നെ കൊറേ ഓടി. ഏതാണ്ട് 240 കിലോമീറ്റർ ഓടി ഗൈസ്.
ഇതുകൂട്ടി അടുപ്പിച്ച് ഓടി. വെയില് കൊണ്ട് തലവേദന ഉണ്ടായിരുന്നു. മുടി എന്തോടി ഇത് അഗൂരിയോ? എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയുള്ള ബൈ.